വീണ പോകും. വീണ രക്ഷപ്പെടാൻ 12-ാം തീയതി വീണ പോവാതിരിക്കാൻ പറ്റില്ല. അസുഖമാണെന്നുള്ള അത് 1-2 ദിവസമൊക്കെ മാറ്റാൻ 2 തവണ ആത്യന്തികമായിട്ട് പോകേണ്ടി പോവാതിർക്ക് ബുദ്ധി. ആത്യന്തികമായിട്ട് എത്ര നേരത്തെ പോകുന്നു അത്രയും CPM നല്ലതാണ്. കാരണം ഇവരെങ്ങ് അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇവര് വല്ല ശിക്ഷിക്കപ്പെട്ടാൽ CPM രക്ഷപ്പെടാം. ഇപ്പൊ അങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ജോൺ ബ്രിട്ടാസ്, അതുപോലെ തന്നെ നമ്മുടെ ശൈലജ ടീച്ചറൊക്കെ വീണയുടെ കാര്യം വീണ പറയും അങ്ങനെയാണെങ്കിൽ നേരത്തെ അത് മതിയായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം എന്തിനാ ഇടിച്ചത്? അതെ, ഇടിച്ച്. അതാണ് എന്റെ ചോദ്യം. ഇടിച്ചെന്തിനാണ്? അപ്പൊ സമൂലമായ ഒരു മനപരിവർത്തനം ഇപ്പൊ വന്നിട്ടുണ്ട്. കാരണം ഇനി വീണയെ പിന്താങ്ങാൻ പോയാൽ, പക്ഷെ ഇതുവരെ വീണയെ അങ്ങനെയല്ലല്ലോ. അതെ, വീണയുടെ കമ്പനി സേവനം കൊടുത്തിട്ടുണ്ട്, സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. നല്ല MP ഗോവിന്ദനും M സ്വരാജും ജോൺ ബ്രിട്ടാസും എല്ലാവരും പറഞ്ഞിരുന്നെന്താ, വീണയുടെ കമ്പനി സേവനം കൊടുത്തിട്ടുണ്ടെന്ന്. വീണയെ ന്യായീകരിക്കാൻ എന്തിനാ പോയി? അതെ, കമ്പനി തമ്മിൽ ഇടപെടണേ അങ്ങനെ പറഞ്ഞാൽ മതി. വീണയെ ന്യായീകരിക്കേണ്ട ആവശ്യം ഇവർക്ക് എന്ത്? അപ്പൊ ഇവരുടെ ഭയം വീണയെ പിടിച്ചാൽ അതുവഴി കരിമണൽ ഖനനവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധം വന്നാൽ വലിയ പ്രതിസന്ധി ഉണ്ടാവും. അത് പിണറായി വിജയനെ നേരിട്ടാണ് ബാധിക്കുക. അപ്പൊ പിണറായി വിജയന്റെ മകൾ എന്ന നിലയ്ക്കാണ് വീണയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന്റെ കേസിൽ അതല്ല. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്നുള്ള നിലയ്ക്കല്ല ബിനീഷ് കോടിയേരിയുടെ എതിരെ കേസ് വന്നത്. നമുക്കറിയാം, ബാംഗ്ലൂർ വേറെ പ്രശ്നമാണ്. ഇതല്ല. വീണ വിജയനല്ല വേറെ ആരെങ്കിലും മക്കൾക്ക് ഇവർ കൊടുത്തോ കമ്പനി? അല്ല, വേറൊരു വ്യത്യാസം കൂടെ നമ്മൾ കാണേണ്ടത്, ബിനേഷ് കോടിയേരി എന്ന് പറയുന്നത് കോടിയേരിയുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യമല്ല. അങ്ങനെ ഒരു മരുന്നെന്ന് പറയുന്നത് അതുമായിട്ടൊരു ബന്ധമില്ല. അദ്ദേഹത്തിന്റെ സ്വഭാവം തനി സ്വഭാവമാണ്. കോടിയേരിക്ക് അങ്ങനെയുള്ള സ്വഭാവങ്ങളില്ല. ഇവിടെ അങ്ങനെയല്ല. പിണറായിക്ക് കൊടുക്കേണ്ട കൈക്കൂലി പിണറായിക്ക് കൊടുക്കാതെ മകളുടെ പേരിൽ ഇങ്ങനെ ഒരു ഫ്രോഡ് ഉണ്ടാക്കിക്കൊണ്ട്, അതുകൊണ്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ വന്ന് അന്വേഷിക്കേണ്ടി വന്നത്. സീരിയസ് ഫ്രോഡാണിത്. മറുപടി പറയാൻ വളരെ ബുദ്ധിമുട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഹാജരാകുന്ന എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ 12-ാം തീയതി പോയില്ലെങ്കിൽ വേറെ ദിവസം പോകേണ്ടി വരും. അപ്പൊ പിണറായി വിജയനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ സ്തുതിപാഠകരും വലിയൊരു പ്രതിസന്ധിയെയാണ് പരാജയം. ഇതുവരെ എന്തുകൊണ്ട് വീണയെ അവർ ന്യായീകരിച്ചു എന്ന ചോദ്യത്തിന് മറുപടി പറയും.